بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ നടക്കാറുള്ള ക്ലാസ് നമുക്ക് ആ കിതാബിന്റെ ഉദ്ധരണിയോടുകൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഇൻഷാ അല്ലാഹ്. അൽ-ഹഖ്ഖു സാദിസു മുആഖാത്ത് ആണല്ലോ, സാഹോദര്യം, സൗഹൃദം. സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട മര്യാദകൾ, ഹക്കുകൾ. അൽ ഹഖ്ഖു സാദിസു, ആറാമത്തെ കാര്യം, അദ്ദുആഉ ലിൽ അഖി ഫി ഹയാതിഹി വ ബഅദ മമാതിഹി. ജീവിതകാലത്തും മരണശേഷവും തന്റെ സഹോദരന് വേണ്ടി ദുആ ചെയ്യുക. ഇതൊരു വലിയ ഹക്കാണ്. ഈ പരസ്പരം ദുആ ചെയ്യുമ്പോൾ തന്നെ തമ്മിലുള്ള അദാവത്ത് നന്നായിട്ട് കുറയും, അസൂയ കുറയും, ശത്രുത കുറയും, വൈരാഗ്യം കുറയും. ഖൈറിന് വേണ്ടി പരസ്പരം ദുആ ചെയ്യും. അദ്ദുആഉ ലിൽ അഖി ഫി ഹയാതിഹി, ജീവിതകാലത്ത് സഹോദരന് വേണ്ടി ദുആ എടുക്കുക. ബഅദ മമാതിഹി, മരണശേഷവും. ബികുല്ലി മാ യുഹിബ്ബുഹു ലി നഫ്സിഹി വ ലി അഹ്ലിഹി, തനിക്കും തന്റെ അഹ്ല്, തന്റെ കുടുംബത്തിനൊക്കെ ഇഷ്ടപ്പെടുന്ന കുല്ലി മുതഅല്ലിഖിൻ ബിഹി, അതിനോട് ബന്ധപ്പെട്ട എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും അവർക്ക് വേണ്ടി എന്ത് ചെയ്യാം, പ്രാർത്ഥിക്കും. ഫതദഊ ലഹു, നിന്റെ സഹോദരന് വേണ്ടി നീ പ്രാർത്ഥിക്കണം. കമാ തദഊ ലി നഫ്സിക, നിനക്ക് പ്രാർത്ഥിക്കുന്ന പോലെ തന്നെ അവർക്കും പ്രാർത്ഥിക്കണം. അതേ ഇഖ്ലാസ്. വലാ തുഫറിഖ് ബൈന നഫ്സിക വ ബൈനഹു, അത് നിനക്കും അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതിന്റെ ഇടയിൽ ഇഖ്ലാസിൽ വ്യത്യാസം വരും. ഫഇന്ന ദുആഅക ലഹു ദുആഉ ലി നഫ്സിക അല തഹ്ഖീഖ്, യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ നീ അവർക്ക് വേണ്ടി ദ്വാരക്കുന്ന ആ ദുആ സത്യത്തിൽ നിനക്കാണ്. അതുകൊണ്ട് കൂടുതൽ ഇഖ്ലാസോട് ദ്വാരക്കേണ്ടത് അവർക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോഴാണ്. എന്താ കാരണം? ഫഖദ് ഖാല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങൾ പറഞ്ഞത് കാണാം, ഇദാ ദഅ റജുലു ലി അഖീഹി ഫീ വഹ്രിൽ ഗൈബി, ഒരു സഹോദരൻ അവന്റെ അസാന്നിധ്യത്തിൽ നമ്മൾ ദുആ ചെയ്താൽ ഖാലൽ മലക്കു, മലക്ക് പറയും, വലക്ക മിസ്ലു ദാലിക്, നിനക്ക് അതുപോലെ നിനക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കും. വഫീ ലഫ്ദിൻ ആഖറ, മറ്റൊരു ലഫ്ദ് ഇങ്ങനെയാണ്, യഖൂലുല്ലാഹു തആല, അല്ലാഹ് പറയും, ബിക അബ്ദഉ യാ അബ്ദി, നിനക്ക്, നീ അവന് വേണ്ടി ചോദിക്കുമ്പോൾ ആദ്യം നിനക്ക് തരാം, എന്നിട്ട് കൊടുക്ക അവന്, എന്നാണ് അള്ളാഹുവിന്റെ സമീപനം. വഫിൽ ഹദീസ്, ഹദീസിൽ കാണാം, യുസ്തജാബു ലിർറജുലി ഫീ അഖീഹി മാ ലാ യുസ്തജാബു ലഹു ഫീ നഫ്സിഹി, സ്വന്തത്തിന് വേണ്ടി ദുആ ചെയ്താൽ ഉത്തരം കിട്ടാത്തത് തന്റെ സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്താൽ ഉത്തരം കിട്ടും. അപ്പോ സഹോദരന് വേണ്ടി, സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതിലാണ് കൂടുതൽ ഇഖ്ലാസ് കാണിക്കേണ്ടത്. ദഅവത്തു റജുലി ലി അഖീഹി, ഒരാൾ തന്റെ സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് ഫീ വഹ്രിൽ ഗൈബി, അസാന്നിധ്യത്തിൽ, അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ദുആ ചെയ്യുന്നതിൽ ആ തുറദ്ദു, അത് തള്ളപ്പെടുകയില്ല. അപ്പൊ തന്റെ സുഹൃത്തിന് വേണ്ടി ദുആ ചെയ്യുന്നത് പരമാവധി ഇഖ്ലാസോടെ ചെയ്യുന്നതാണ് ലാഭം, അതാണ് കൂടുതൽ ഉചിതം. വകാന അബൂദർദാ റളിയല്ലാഹു അൻഹു യഖൂലു, പറയാറുണ്ടായിരുന്നു, ഇന്നി ല അദ്ഉ ലി സബഈന മിൻ ഇഖ്വാനി, ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക്, 70 സഹോദരങ്ങൾക്ക് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. 70 എൻ്റെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. എവിടെ? സുജൂദിൽ ഞാൻ അവർക്ക് വേണ്ടി ദുആ ചെയ്യാറുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയാം.
എന്റെ 70 സുഹൃത്തുക്കൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാറുണ്ട്. ഫീ സുജൂദി, സുജൂദിൽ ഉസമ്മീഹിം ബി അസ്മാഇഹിം, അവരെ പേരെടുത്ത് ദുആ ചെയ്യാറുണ്ട്. അബൂദർദാ റളിയല്ലാഹു അൻഹു പറയും. വക്കാന മുഹമ്മദ് ഇബ്നു യൂസുഫ് അൽ അസ്ഫഹാനി റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, വായന മിസ്ലുൽ അഖി സ്വാലിഹ്, ഒരു സ്വാലിഹായ ഒരു സുഹൃത്തിനേക്കാൾ സുഹൃത്ത് എവിടെ? അഹ്ലുക്ക യഖ്തസിമൂന മീറാസക്, കുടുംബ ബന്ധുക്കള് തന്റെ ആശ്രിതര് അവര് നമ്മുടെ അനന്തരം എടുത്തു പോകും. ബിമാ ഖല്ലഫ്ത, നമ്മൾ ബാക്കി വെച്ചത് കൊണ്ട് അവർ ആസ്വദിച്ച് ജീവിക്കും. വഹുവ മുൻഫരിദും ബി ഹുസ്നിക മുഹ്തമ്മും ബിമാ ഖദ്ദംത വമാ സുർത ഇലൈഹി, നീ ചെയ്ത തെറ്റും കുറ്റവും ഒക്കെ ആയിട്ട് സങ്കടപ്പെട്ട് ഒറ്റക്ക് കഴിയണം. ഒരു നല്ല സുഹൃത്തില്ലെങ്കിൽ യദ്ഉ ലക ഫീ ദുൽമത്തിൽ ലൈലി വഅൻത തഹത അത്ബാഖി സറാ, നിനക്ക് വേണ്ടി നിന്റെ സുഹൃത്ത് എന്ത് ചെയ്യും? നീ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ നിനക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കും. വകാനൽ അഖു സ്വാലിഹു യഖ്തദി ബിൽ മലായികത്തി, ഈ നല്ല സഹോദരനാണെങ്കിൽ അവൻ മലക്കുകളെയാണ് പിന്തുടരുന്നത്. കാരണം എന്താ? ഇത് ജാ ഫിൽ ഖബരി, മലക്കുകൾ ഹദീസിൽ കാണാം, മലക്കുകൾ ഇദാ മാതൽ അബ്ദു ഖാലൻ നാസു, മനുഷ്യൻ മരിച്ചാൽ ജനങ്ങൾ ചോദിക്കാം, ആ ഖല്ലഫ്ത, എന്താ ബാക്കിയുള്ളത്? എന്തെങ്കിലും വീടോ പറമ്പോ എന്തെങ്കിലും ഉണ്ടോ? ബാങ്ക് ബാലൻസ് ഉണ്ടോ എന്നാ ചോദിക്കും. കാലത്തിൽ മലായിക്കത്തു, മലക്കുകൾ ചോദിക്കാം, മാ ഖദ്ദമ, എന്ത് അമലാണ് പരലോകത്തേക്കുള്ളത് എന്നാണ് ചോദിക്കുക. ഇതേപോലെ ഇവൻ പരലോകത്തിന് വേണ്ടിയാണ് ഇവൻ പണിയെടുക്കുന്നത്, സുഹൃത്ത് പണിയെടുക്കുന്നത്, ബന്ധുക്കളൊക്കെ അവന്റെ സ്വത്തെന്തുണ്ട് എന്നാണ് നോക്കുന്നത്. യഫ്റഹൂന ലഹു ബിമാ ഖദ്ദമ, അവര് സന്തോഷിക്കുന്നത് അവൻ മുന്തിച്ചു വെച്ച അവന്റെ പരലോകത്തേക്കുള്ള അമലിന്റെ വിഷയത്തിലാണ്. വയസ്അലൂനഹു വയുശ്ഫിഖൂന അലൈഹി, അവര് അതിനെക്കുറിച്ചാ ചോദിക്കുന്നത്, അവർ അതിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, സ്നേഹം കാണിക്കുന്നത്. വയുഖാലു, പറയപ്പെടും, മൻ ബലഗഹു മൗതു അഖീഹി, ഒരാൾക്ക് തന്റെ സഹോദരന്റെ മരണവിവരം വന്നാൽ ഫതർഹമു അലൈഹി, അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കണം. വസ്തഗ്ഫിർ ലഹു, അവന് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. എന്നാൽ കുതിബ ലഹു കഅന്നഹു ഷഹിദ ജനാസത്തഹു, ജനാസക്ക് പങ്കെടുത്ത പോലെ പ്രതിഫലം കിട്ടും. വസ്വല്ല അലൈഹി, നിസ്കരിച്ചതുപോലെ പ്രതിഫലം കിട്ടും. ഒരു മരണവിവരം അറിഞ്ഞാൽ പടച്ചോനെ അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമെന്ന് ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണം. ഫറുവിയാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസുകളിൽ കാണാം, അന്നഹു ഖാല മസലുൽ മയ്യിത്തി ഫീ ഖബ്രിഹി, ഖബറിൽ ഒരു മയ്യിത്ത് ഏതുപോലെയാണെന്നറിയോ? മസലുൽ ഗരീഖ്, ഒരു വെള്ളത്തിൽ മുങ്ങി താഴ്ന്നവനെ പോലെയാണ്. യതഅല്ലഖു ബികുല്ലി ഷൈഇൻ, എന്ത് കിട്ടിയാലും അവൻ കയറി പിടിക്കും. യന്തദിറു ദഅവതൻ മിൻ വലദിൻ, ഒരു മക്കളുടെ പ്രാർത്ഥന, ഔ വാലിദിൻ, മാതാപിതാക്കളുടെ പ്രാർത്ഥന, ഔ അഖിൻ, അല്ലെങ്കിൽ ഒരു സഹോദരന്റെ സുഹൃത്തിന്റെ പ്രാർത്ഥന, ഔ ഖരീബിൻ, അല്ലെങ്കിൽ ഒരു ബന്ധുവിന്റെ പ്രാർത്ഥന, അതവൻ വലിയ പ്രതീക്ഷയിലാണ്. വഇന്നഹു ലയദ്ഖുലു അലാ ഖുബൂരിൽ അംവാതി മിൻ ദുആഇൽ അഹ്യാഇ മിനൽ അംവാർ, ഇന്നഹു ലയദ്ഖുലു അലാ ഖുബൂരിൽ അംവാത്, മരിച്ചവരുടെ ഖബറുകളിൽ എത്തും. മിൻ ദുആഇൽ അഹ്യാഇ, ജീവിച്ചിരിക്കുന്നവരുടെ പ്രാർത്ഥന കാരണം എത്തും. മിനൽ അൻവാർ, വെളിച്ചം, പ്രകാശം, ലൈറ്റ്. മിസ്ലൽ ജിബാൽ, പർവ്വതം പോലെയുള്ള വലിയ പ്രതിഫലം കടന്നു വരും. വഖാല ബഅദു സലഫ്, വലിയ മഹാന്മാരായ മുൻഗാമികൾ പലരും പറഞ്ഞത് കാണാം, അദ്ദുആഉ ലിൽ അംവാതി, മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ബിമൻസിലത്തിൽ ഹദായ ലിൽ അഹ്യാ, ജീവിച്ചിരിക്കുന്നവർക്ക് കൊടുക്കുന്ന ഹദിയകൾ പോലെ പ്രധാനമാണ്. ജീവിച്ചിരിക്കുന്ന ഒരാളെ കാണാൻ പോകുമ്പോൾ ഒരു ഹദിയ കൊണ്ടുപോകുന്നത് അതൊരു വലിയ നല്ല സ്വഭാവമാണ്, നല്ല ശൈലിയാണ്. അതുപോലെയാണ് മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. ഫയദ്ഖുലുൽ മലക്കു അലൽ മയ്യിത്തി, മയ്യത്തിന്റെ അടുക്കൽ മലക്ക് കടന്നു ചെല്ലും. വമഅഹു തുബഖും മിൻ നൂരിൻ, വലിയ വെളിച്ചവുമായാണ് കടന്നു ചെല്ലുന്നത്, വലിയ ഡിവൈൻ ലൈറ്റ്. വലൈഹി മിൻദീലും മിൻ നൂർ, അതിൽ നല്ല ലൈറ്റ് നിൽക്കുന്ന, തിളങ്ങി നിൽക്കുന്ന ഒരു മിന്തിയിൽ ഉണ്ടാകും, ഒരു ടവൽ ഉണ്ടാകും. ഫയഖൂലു ഹാദിഹി ഹദിയത്തുൽ ലക, ഇത് നിങ്ങൾക്കുള്ള പ്രസന്റേഷൻ ആണ്, ഹദിയയാണ്. മിൻ ഇൻദി അഖീക ഫുലാൻ, ഇന്നാലിന്നാള് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചതാണ് എന്ന് പറഞ്ഞ് മലക്ക് കൊണ്ടക്കൊടുക്കും. മിൻ ഇൻദി ഖരീബിക ഫുലാൻ, നിന്നെ ഇന്നാലിന്ന ബന്ധുവാണ് ഈ ഹദിയ കൊടുത്തയച്ചത് എന്ന് പറയും.
കാല എന്നിട്ട് പറയാണ് ഫയഫ്റഹു ബിദാലിക, അവർക്ക് ഭയങ്കര ഹാപ്പിയാകും. കമാ യഫ്റഹുൽ ഹയ്യു ബിൽ ഹദിയത്തി, ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് ഹദിയ കിട്ടുമ്പോ അതൊരു സന്തോഷാണ്. ആവശ്യമുണ്ടോ ഇല്ലയോ എന്നത് മറ്റൊരു വിഷയം, അതൊരു സന്തോഷമാണ്. ഇതുപോലെ അവർക്ക് സന്തോഷമാകും. അപ്പോ പ്രധാനപ്പെട്ട ഒരു ഹക്കാണ് മരിച്ചുപോയ ഒരാളെ വിവരം അറിയുമ്പോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ദുആ ചെയ്യുക എന്നത് വലിയ ഒരു സംഗതി തന്നെ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മാഷാ അള്ളാഹ്. ആറാമത്തെ ഹക്ക പറഞ്ഞു, അൽ ഹഖു സാബിഉ, ഏഴാമത്തെ ഹക്ക് അൽ വഫാഉ വൽ ഇഖ്ലാസ്. വഫാ, ഒരു അത് പൂർത്തിയാക്കി വീട്ടുക. വഫാ, ഒരു സംഗതി ആ ഹക്ക് നിർവഹിക്കുക. വൽ ഇഖ്ലാസ്, നിഷ്കളങ്കത കാണിക്കുക. അപ്പൊ മഅനൽ വഫാഇ, എന്താണ് കടപ്പാട് വീട്ടുക എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അസ്സബാത്തു അലൽ ഹുബ്ബി, ആ സ്നേഹത്തിൽ ഉറച്ചു നിൽക്കുക. വഇദാമത്തുഹു ഇലൽ മൗതി മഅഹു, അതോടൊപ്പം മരിക്കണം. ആ സ്നേഹം നിലനിർത്തി മരിക്കുക, അതുവരെ നിലനിർത്തും. ബഅദൽ മൗതി, മരിച്ചാ പിന്നെ അവിടെ നിർത്തരുത്. ഔലാദിഹി വ അസ്ദിഖാഇഹി, അവരെ മക്കളോട് ആ സ്നേഹം കാണിക്കും, അവരെ ചങ്ങാതിമാരോട് ആ സ്നേഹം കാണിക്കും. ഫൈനൽ ഹുബ്ബ ഇന്നമാ യുറാദു ലിൽ ആഖിറത്തി, ഇവിടെ ഈ ഹുബ്ബ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരലോക വിജയമാണ്. ഫൈനിൻ ഖതഅ ഖബ്ലൽ മൗതി, മരണത്തിന് മുമ്പ് അത് മുറിഞ്ഞാൽ ഹബത്തൽ അമലു, ആ അമലൊക്കെ പൊളിഞ്ഞുപോയി. എന്നൊക്കെ വെറുതെയാണ്. വലിദാലിക ഖാല അലൈഹിസ്സലാം, നബിതങ്ങൾ പറഞ്ഞു, ഫിസ്സബഅത്തില്ലദീന യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി, അർശിന്റെ തണല് നൽകുന്ന 7 വിഭാഗത്തെ പറഞ്ഞപ്പോ റജുലാനി തഹബ്ബാ ഫില്ലാഹി ഇജ്തമഅ അലാ ദാലിക വതഫറഖ അലൈഹി, അള്ളാഹുവിന്റെ വഴിയിൽ പരസ്പരം സ്നേഹം പ്രകടിപ്പിക്കുകയും അങ്ങനെ ഒരുമിച്ച് ജീവിക്കുകയും അങ്ങനെ തന്നെ പിരിയുകയും ചെയ്തവർ എന്നാണ് നബിതങ്ങൾ പറഞ്ഞത്. ഖാല ബഅദുഹും, ചില മഹാന്മാരെ പറഞ്ഞു, ഖലീലുൽ വഫാഇ ബഅദൽ വഫാത്തി, മരണശേഷം ഈ വഫാ കുറഞ്ഞവൻ ഖൈറും മിൻ കസീരിഹി ഫി ഹാലിൽ ഹയാത്തി, ജീവിതകാലത്ത് ഭയങ്കരമായിട്ട് ചെയ്യുന്നവരെക്കാൾ നല്ലത് കുറച്ചുള്ള മരണശേഷമുള്ളത്. എന്ന് പറഞ്ഞാൽ മരണശേഷമാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത്. അത് കുറച്ചാണെങ്കിൽ പോലും അത് ജീവിതകാലത്ത് ധാരാളം കൊടുക്കുന്ന അല്ലെങ്കിൽ ധാരാളം ബന്ധം പുലർത്തുന്ന ഒരാളെക്കാൾ പ്രധാനമാണ് മരണശേഷം അവരോട് ബന്ധം പുലർത്തുന്നത്. വലിദാലിക റുവിയ, അതാണ് ഹദീസിലൊക്കെ വന്നത് കാണാം. എന്താ, ആരാ മൊബൈൽ കൊണ്ട് കളിക്കുന്നു? ഹദീസിലൊക്കെ വന്നത് കാണാം, ഹദീസിൽ കാണാം, അന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലമ അക്രമ അജൂസൻ ദഖലത്ത് അലൈഹി, നബിതങ്ങളുടെ അടുത്ത് വന്നൊരു പ്രായമുള്ള പെണ്ണുങ്ങളെ നബിതങ്ങള് ബഹുമാനിക്കുന്നു, പരിഗണിക്കുന്നു. ഫഖീല ലഹു ഫീ ദാലിക, ചോദിച്ചു, എന്താ നബിയെ ആ പെണ്ണുങ്ങൾക്ക് ഒരു പ്രത്യേക പരിഗണന? ഫഖാല, നബിതങ്ങൾ പറഞ്ഞു, ഇന്നഹാ കാനത്ത് തീന അയ്യാമ ഖദീജ, ഖദീജ ജീവിച്ചിരിപ്പുള്ള കാലത്ത് ഖദീജ അടുത്ത് വരാറുള്ള ഖദീജയുടെ ഒരു ഫ്രണ്ടാണത്. വൈന്ന കറമൽ അഹ്ദി മിനദ്ദീൻ, ഈ ബന്ധം പരിഗണിക്കുന്നത് അത് ദീനിൽപ്പെട്ടതാണ്. അപ്പോ തന്റെ ഭാര്യയുടെ ഫ്രണ്ട്സിനെ പരിഗണിക്കുന്നു നബിതങ്ങൾ. ഒരു തെറ്റായ രീതിയിലല്ല, തെറ്റായ ശൈലിയിലല്ല, അതേസമയത്ത് നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ബഹുമാന പ്രകടനം. ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാവും, ഇസ്ലാമിൽ അന്യപുരുഷൻ അന്യ സ്ത്രീ സങ്കലനം ഒന്നിച്ച് സംഗമിക്കുന്നത് സൂക്ഷിക്കുമ്പോഴും
അതൊരു വിരോധമല്ല, അതൊരു ബഹുമാനക്കുറവല്ല. തികഞ്ഞ ബഹുമാനത്തോടുകൂടെ തന്നെ ചെയ്യുന്ന അതിരുകൾ പാലിക്കലാണ് അന്യപുരുഷനും അന്യ സ്ത്രീയും സംഗമിക്കാതിരിക്കുക എന്ന് പറയുന്നത്. അതേസമയത്ത് അവർക്ക് പരിഗണന കൊടുക്കുക, അവരെ ബഹുമാനിക്കുക എന്ന് പറയുന്നത് ബന്ധത്തിന്റെ ഭാഗമായിട്ട് നബിതങ്ങൾ പഠിപ്പിച്ചതാണ്. ഫമിനൽ വഫാഇലിൽ അഖി മുറാഅതു ജമീഇ അസ്ദിഖാഇഹി വഅഖാരിബിഹി വൽമുതഅല്ലിഖീന ബിഹി. തന്റെ സുഹൃത്തിനെ പരിഗണിക്കുന്നതിന്റെ ഭാഗമാണ് മുറാഅതു ജമീഇ അസ്ദിഖാഇഹി. അവരെ ചങ്ങാതിമാർക്ക് നല്ല പരിഗണനയാണ്. എന്റെ സുഹൃത്തിന്റെ ആളല്ലേ, അവർക്ക് ഭയങ്കര പരിഗണന. വഅഖാരിബിഹി, അവരുടെ ബന്ധുക്കൾക്ക് പരിഗണന. വൽമുതഅല്ലിഖീന ബിഹി, അവരുമായി ബന്ധപ്പെട്ട ആൾക്കൊക്കെ പരിഗണന. അവര് ശിഷ്യനാണ്, അവിടെ പരിഗണന. വമുറാഅതുഹും ഔഖൗ ഫീ ഖൽബി സ്വദീഖി മിൻ മുറാഅത്തിൽ അഖി ഫീ നഫ്സിഹി. ഒരു സുഹൃത്തിന് അവനെ പരിഗണിക്കുന്നതിനേക്കാൾ വലുതാണ് അവനുമായി ബന്ധപ്പെട്ടവരെ പരിഗണിക്കും. എന്നെ പരിഗണിച്ചാലുള്ളതിനേക്കാളും സന്തോഷം തോന്നും എൻ്റെ ഒരു മകനെ, എൻ്റെ ഒരു മോളെ ഒരാൾ സേവിച്ചു, എന്തെങ്കിലും ഒരു സേവനം ചെയ്തു, അവർക്ക് ഒരു ഉപകാരം ചെയ്തു കൊടുത്തു, അവർക്കൊരു സ്നേഹം കൊടുത്തു എന്ന് കാണുമ്പോ അത് കൂടുതൽ സന്തോഷം തോന്നും. ഏതൊരു മനുഷ്യനും അങ്ങനെയാണ്. മുറാഅത്തും, അവരെ പരിഗണിക്കുന്നത് ഔഖഉ, അതായത് ആ സുഹൃത്തിന്റെ ബന്ധപ്പെട്ടവരെ പരിഗണിക്കുന്നത് കൂടുതൽ സ്ഥാനമുള്ളതാണ് ഫീ ഖൽബി സ്വദീഖി, ആ ചങ്ങാതിയുടെ മനസ്സിൽ, മിൻ മുറാഅത്തിൽ അഖി ഫീ നഫ്സിഹി, അവനെ പരിഗണിക്കുന്നതിനേക്കാൾ. ഫഇന്ന ഫറഹഹു ബിതഫഖുദി മൻ യതഅല്ലഖു ബിഹി അക്സറു. അവരുമായി ബന്ധപ്പെട്ടവരെ അന്വേഷിക്കുന്നത് അതിന്റെ സന്തോഷം കൂടുതലുള്ളതാണ്. എന്തൊക്കെയായി മക്കളെ വിശേഷം എന്തൊക്കെയാണ്, കുടുംബവിശേഷം എന്തൊക്കെയാണ്, ഉമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ വിശേഷം എന്താന്ന് ചോദിക്കുന്നത് ഇത് വല്ലാത്തൊരു സന്തോഷാണ്. ഇതിലാ യദുല്ലു അലാ ഖുവ്വത്തി ശഫഖത്തി വൽ ഹുബ്ബി. എപ്പോഴും ഒരു സ്നേഹത്തിന്റെ, ലാ യദുല്ലു അറിയിക്കുന്നതല്ല, അലാ ഖുവ്വത്തി ശഫഖത്തി സ്നേഹത്തിന്റെ കാഠിന്യത്തിന്റെ മേൽ, വൽ ഹുബ്ബി സ്നേഹത്തിന്റെ കാഠിന്യത്തിന്റെ മേൽ, ഇല്ല തഅദ്ദിഹിമാ മിനൽ മഹ്ബൂബി ഇലാ കുല്ലി മൻ യതഅല്ലഖു ബിഹി. അവരുമായി ബന്ധപ്പെട്ടതിലേക്ക് വിട്ടുകിടക്കുന്നതാണ് പിന്നെ അതാണ് ഏറ്റവും കൂടുതൽ അറിയിക്കുന്നത്. പറഞ്ഞാൽ ബന്ധപ്പെട്ടവരോട് അതിനെ കുറിച്ച് അവരോട് സ്നേഹം കാണിക്കുന്ന, അവരെയും കൂടി പരിഗണിക്കുന്നതാണ് അശദ്, കൂടുതൽ ശക്തമായ. എത്രത്തോളം എന്നറിയോ? ഹത്തൽ കൽബില്ലദി അലാ ബാബിദാരിഹി, അയാളെ വീട്ടിലെ നായക്ക് പോലും പരിഗണന കൊടുക്കും. യംബഗി അൻ യുമയ്യിസ ഫീ ഖൽബി അൻ സാഇരിൽ കിലാബ്, മറ്റു നായകൾക്ക് പരിഗണന കൊടുക്കുന്നതിനേക്കാൾ ആ സുഹൃത്തിന്റെ വീട്ടിന്റെ വാതിൽക്കലെ ഗേറ്റിലെ നായക്ക് പോലും പരിഗണന കൊടുക്കും. വമഹ്മൻ ഖതഅൽ വഫാഉ ബിദവാമിൽ മഹബ്ബത്തി ശമ്മത് ബിഹി ശൈത്വാൻ. ഇത് കുറഞ്ഞാൽ ശൈത്താൻ അവിടെ വല്ല മണം പിടിച്ചു വരും. ഇത് മുറിഞ്ഞു പോയാൽ, ഇത് പരിഗണിക്കാതിരുന്നാൽ അവിടെ ശൈത്താൻ മണം പിടിച്ചു വരും. ഫഇന്നഹു ലാ യഹ്സുദു മുതആവിനീന അലാ ബിർരിൻ, പരസ്പരം സേവനം ചെയ്യുന്നവരെ അവന് അത്ര വിഷയമല്ല. അവനേക്കാൾ വിഷയാരാണ്? കമാ യഹ്സുദു മുതവാഖീന ഫില്ലാഹി വമുതഹാബീന ഫീഹി, അള്ളാഹുവിന്റെ വഴിയിൽ സാഹോദര്യവും സ്നേഹവും നിലനിർത്തുന്ന ആ സ്നേഹബന്ധമുള്ളവരോടാണ് പിശാചിന് ഭയങ്കര ഹസദ്, ഭയങ്കര പ്രയാസാണ്. ഫഇന്നഹു യുജ്ഹിദു നഫ്സഹു ലിഇഫ്സാദി മാ ബൈനഹുമാ, അത് ഫസാദാക്കാൻ പിശാച് പരമാവധി നോക്കും. ഖാലല്ലാഹു തആല വഖുൽ ലിഇബാദി യഖൂലു അല്ലതി ഹിയ അഹ്സൻ ഇന്നശ്ശൈത്വാന യൻസഗു ബൈനഹും. മനുഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കണം നബിയെ, ഏറ്റവും നല്ല വാക്ക് അത് ഇന്നശ്ശൈത്വാന യൻസഗു ബൈനഹും. പിശാച് ഇടക്ക് വന്ന് കുത്തുണ്ടാക്കും, അതുകൊണ്ട് പിശാചിനെ സൂക്ഷിക്കണം. വഖാല മുഖ്ബിറൻ അൻ യൂസുഫ്, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറഞ്ഞില്ലേ, മിൻ ബഅദി അൻ നസഗ ശൈത്വാനു ബൈനി വബൈന ഇഖ്വതി. അവിടെ സഹോദരന്മാരുടെ മനസ്സിലുള്ള അവിടെ കുത്തുകൊണ്ടുവരിക, പ്രയാസം കൊണ്ടുവരിക, അത് നീങ്ങിയിട്ട് എന്നാണ് പരാമർശിച്ചത്. അതൊരു വലിയ വിഷയമാണ്. യുഖാൽ മാ തവാഖാ ഇസ്നാനി ഫില്ലാഹി ഫതഫറഖ ബൈനഹുമാ
രണ്ടുപേര് പരസ്പര സഹോദര്യ ബന്ധം സ്ഥാപിച്ചിട്ട് അതിന്റെ രണ്ടിന്റെയും ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് അഹദുഹുമാ, ഒരാൾ ചെയ്യുന്ന തെറ്റു കാരണമാണ്. പറയാറുണ്ട്, ഇദാ ഖസ്സറൽ അബ്ദു ഫീ ത്വഅത്തില്ലാഹി സലബഹുല്ലാഹു മിൻ യുനിസുഹു. അള്ളാഹുവിന്റെ ത്വഅത്തിൽ ഒരാൾ വീഴ്ച വരുത്തിയാൽ അവന് സന്തോഷം കൊടുക്കുന്ന ആൾക്കാരെ അള്ളാഹു അവനെടുത്ത് നിന്ന് അകറ്റിക്കളയും, ഊരിക്കളയും. അപ്പൊ തെറ്റ് ചെയ്താൽ അള്ളാഹു നല്ല സ്നേഹബന്ധമുള്ളവരെ അകറ്റിക്കളയും. ഈ സാഹോദര്യ ബന്ധം മുഷിപ്പുകള്, ടെൻഷന് കുറക്കും. വാവുനുൻ അലദ്ദീൻ, അത് ദീനിന് പരസ്പരം സഹായിക്കും. അവൻ പറയും, ഞാനിപ്പോ ദുഹാസ്കരിക്കാറുണ്ട്, നീ സ്കരിക്കാറുണ്ടോ? ദുഹാസ്കരിക്കാൻ ഭയങ്കര നല്ല സുഖം, ഇങ്ങനെ ചെയ്താൽ മതി. ഞാന് റവാത്തിബ് എല്ലാം നമുക്ക് നിസ്കരിക്കാം, ഇനി നിസ്കരിച്ചോ? അവര് പരസ്പരം അങ്ങനെ നല്ലതിന് സഹായിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഭാര്യനോട് തെറ്റുമ്പോൾ പറയും, അങ്ങനെ തെറ്റണ്ട, നമുക്ക് ഭയങ്കര മോശമാണ്. വലിദാലിക ഖാല ഇബ്നുൽ മുബാറക്, അബ്ദുല്ലാഹി മുബാറക് റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഇത് തന്നെയാണ്. അലദ്ദുൽ അശിയാഇ, ഏറ്റവും നല്ല രസമുള്ള പരിപാടി എന്താണ്? മുജാലസത്തുൽ ഇഖ്വാൻ വൽ ഇൻഖിലാബു ഇലാ കിഫായത്തിൻ. എന്താണ്? കൂട്ടുകാരോടും ഇത്തരം കൂട്ടുകാരോട് ഒന്നിച്ചിരിക്കലാണ്. വൽ മവദ്ദത്തു ദാഇമതു ഹിയല്ലതി തകൂനു ഫില്ലാഹ്, അവിടെയുള്ള ആ സ്നേഹം, നിലനിർത്തുന്ന സ്നേഹം അത് അള്ളാഹുവിന്റെ വഴിയിലാണ്. വമാ യകൂനു ലിഗറദി യസൂലു ബിസവാലി ദാലിക്കൽ ഗറദി, അത് ഒരിക്കലും എന്ത് ചെയ്യുന്നതല്ല, നീങ്ങിപ്പോകുന്നതല്ല. ഫമിൻ സമറാത്തിൽ മവദ്ദത്തി ഫില്ലാഹ്, അള്ളാഹുവിന്റെ വഴിയിലുള്ള സ്നേഹത്തിന്റെ നേട്ടത്തിൽപ്പെട്ടതാണ് അല്ലാ തകൂന ഹസദിൻ ഫീ ദീനിൻ വ ദുനിയ, അവർ തമ്മിൽ ഹസദ് ഉണ്ടാകൂല. കൈഫ യഹ്സുദുഹു, എങ്ങനെയാ അസൂയ വെക്കുക? വകുല്ലുമാ ഹുവ ലി അഖീഹി ഫഇലൈഹി തർജിഉ ഫായിദത്തുഹു, തന്റെ സുഹൃത്തിനുണ്ടെങ്കിൽ അതിന്റെ എനിക്കും കിട്ടുമല്ലോ, പിന്നെ എങ്ങനെയാ അസൂയ ഉണ്ടാകുക? വബിഹി വസഫല്ലാഹു തആല അൽ മുഹിബ്ബീന ഫില്ലാഹി തആല, അള്ളാഹുവിന്റെ വഴിയിലുള്ള സ്നേഹം പങ്കുവെക്കുന്നവരെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജതൻ മിമ്മാ ഊതു വയുസിറൂന അലാ അൻഫുസിഹിം, അവർക്ക് മനസ്സിൽ ഒരിക്കലും ഒരു വിഷയം വരൂല പരസ്പരം. അവരെ നഫ്സിനേക്കാൾ തന്റെ സുഹൃത്തിനെയാണ് പരിഗണിക്കുന്നത്. സൂറത്തുൽ ഹശ്ർ. വജൂദുൽ ഹാജത്തി ഹുവൽ ഹസദു, ഇവിടെ ഹാജത്ത് എന്ന് പറഞ്ഞാൽ ഹസദാണ്. അവർക്കൊരിക്കലും അസൂയ തോന്നുകയില്ല, കാരണം അവനക്ക് ഉണ്ടാകാനാണ് ഇവൻ ദ്വാരക്കുന്നത്. പിന്നെ എങ്ങനെയാ അസൂയ ഉണ്ടാകുക? വമിനൽ വഫാഇ, ഈ ബന്ധം വീട്ടുന്നതിന്റെ ഭാഗമാണ്, ബന്ധം പുലർത്തുന്നതിന്റെ ഭാഗമാണ് അല്ലാ യതഗയ്യറ ഹാലുഹു ഫി തവാദുഇ മഅ അഖീഹി, തന്റെ സുഹൃത്തിനോട് വിനയം കാണിക്കുന്നത് മാറ്റം വരുത്താതിരിക്കുക. വൈനിർതഫഅ ശഅനുഹു, അവൻ ഭയങ്കര ആളൊക്കെ, എത്ര ആളായാലും ആ സൗഹൃദം വെടിയൂല. അപ്പൊ വലിയ ഭരണാധികാരിയായി, ഒരിക്കലും ആ സൗഹൃദ ബന്ധം അവൻ വെടിയൂല. അവന് ഭയങ്കര പേരും പ്രശസ്തിയും ഉണ്ടായി, പഴയ ബന്ധം അവൻ വെടിയൂല. അതാണ് അതിന്റെ ലക്ഷണം. അവന്റെ അധികാരം വലിയ അധികാരമായി, വലിയ സ്ഥാനവും പേരും പ്രശസ്തിയുമായി, എന്നാലും അവൻ ഒരിക്കലും അവന്റെ സുഹൃത്തിനെ അവൻ വിടൂല. തന്റെ പുതിയ അവസ്ഥ വരുമ്പോ തന്റെ സുഹൃത്തിനെയൊക്കെ ഒഴിവാക്കിയിട്ടുള്ള ഒരു ഉയർച്ച എന്ന് പറയുന്നത് അത് ലക്ഷണക്കേടാണ്, അതൊരു തരം അപജയമാണ്, അതൊരു അപലക്ഷണമാണ്. കാലശായർ ഇന്നൽ കിറാമ ഇദാ മാ ഐസറു ദക്കറു മൻ കാന യഅലിഫുഹും ഫിൽ മൻസിലിൽ ഖസ്നി, മാന്യന്മാര്, നിലവാരമുള്ള മനുഷ്യന്മാര്, അവര് മോശം കാലത്ത് തന്റെ കൂടെ നിന്നവരെ വലിയ ഐശ്വര്യം വന്നാൽ അവർ ഓർക്കും, അവർ മറക്കൂല. വഔസ ബഅദു സലഫി ഇബ്നഹു, ചില മഹാന്മാർ മക്കളോട് ഉപദേശിച്ചത് കാണാം. ഫഖാല യാ ബുനൈ, മോനെ, ലാ തസ്ഹബ് മിനൻ നാസി ഇല്ലാ മൻ ഇദാ ഇഫ്തഖർത ഇലൈഹി ഖറബ മിൻക, നീ ജനങ്ങളോട് സഹവസിക്കുന്നത് ആരെ കൂടെ ആയിരിക്കണം എന്നറിയോ? പ്രയാസം വന്നാൽ, ദാരിദ്ര്യം വന്നാൽ നിന്റെ കൂടെ നിൽക്കാൻ പറ്റുന്നവരെ കൂടെ കൂട്ടാവും. വൈനിസ്തഗ്നൈത അൻഹു ലം യത്മഅ ഫീക, നിനക്ക് ഐശ്വര്യമുണ്ടായാൽ അവന് അത് കിട്ടണം എന്ന ആഗ്രഹമില്ലാത്ത അത്തരം ആൾക്കാരെയാണ് കൂടെ കൂട്ടേണ്ടത്. വൈൻ ആലത്ത് മർത്തബത്തുഹു ലം യർതഫി അലൈക്,
അവൻ എത്ര ഉയർന്നാലും അവൻ നിന്നെ വിട്ടുയരരുത്. അങ്ങനത്തെ നിന്നെ മാറ്റേണ്ടി വരരുത്. ഒക്കാല ബഅദുൽ ഹുക്കമ, ഈ ചില മഹാന്മാർ പറഞ്ഞത് കാണാം, ഇദാ വലിയ അഹൂക വിലായത്തൻ ഫസബത അലാ നിസ്ഫി മഅദ്ദതിഹി ലക ഫഹുവ കസീർ. നിന്റെ സഹോദരൻ ഒരു അധികാരം ഏറ്റെടുത്തു, എന്നിട്ട് അവന്റെ പകുതി സ്നേഹം കിട്ടുന്നുണ്ടെങ്കിൽ അത് ധാരാളമാണ്. റബീഉ അന്ന ശാഫിഈ റഹിമഹുല്ലാഹ്, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ആഖാ റജുലൻ, ഇത് ഒരാളോട് നല്ല സ്നേഹമായിരുന്നു, ബന്ധമായിരുന്നു. ഈ ബഗ്ദാദിലുള്ള സുമ്മ ഇന്ന അഖാഹു വല്ലസ്തൈബൈനി ഫതഗയ്യറ ലഹു അമ്മാ കാന അലൈഹി. അവര് അവിടെ ഒരു സ്ഥലത്ത് അധികാരത്തിൽ വന്നപ്പോ അവസ്ഥയൊക്കെ മാറി. ഫകതബ ഇലൈഹി ശാഫിഈ ബിഹാദിഹിൽ അബിയാത്, ഈ ബൈത്തുകൾ എഴുതിയിട്ട് അയച്ചു കൊടുത്തു. ഇദ്ഹബ് ഫൗദ്ദുക മിൻ ഫുആദി ത്വാലിഖു അബദം വലൈസ ത്വലാഖു ദാത്തിൽ ബൈനി فإن رأيت فإنها تطليقة ويدوم ودك لي على ثنتين وإن امتنعت شفعتها بمثالها فتكون تطليقين في حيضين وإذا الثلاث أتتك مني بتا لم تعني عنك ولاية السيبين. നമ്മളെ സ്നേഹമൊക്കെ മനസ്സ് ഉപേക്ഷിച്ചു കഴിഞ്ഞു. കാരണം ഒരിക്കലും നല്ല ബന്ധമുള്ളവർ പരസ്പരം പിരിയുന്ന പരിപാടി ഉണ്ടാകൂല. നീ ഇപ്പോ ഈ കുറച്ച് സ്ഥാനം കിട്ടുമ്പോഴേക്ക് ഉയർന്ന വഴിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഇപ്പൊ ഈ ബന്ധം പോവുകയാണെങ്കിൽ അത് ഒരു ത്വലാഖാണ്. ഇനി ഞാൻ പിന്നെയും എന്നോടൊരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഇനി അത് 2 ത്വലാഖ് ബാക്കിയുണ്ട്. ഇനി അവിടെയും നിനക്കിത് പറ്റുന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് എന്ത് ചെയ്യാണ്, അതിനുവേണ്ടി ശുപാർശ ചെയ്യാണ്. എന്നാൽ അവിടുന്നും നീ അത് ചെയ്യുന്നില്ലെങ്കിൽ അത് ഹൈദില് ത്വലാഖ് ചെല്ലുന്നത് പോലെയാണ്. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഈ സൈബൈനിയുടെ അധികാരം കിട്ടിയപ്പോഴേക്ക് ആ വാക്കില് അതിന്റെ ലബത്ത് ഞാൻ നോക്കിയിട്ടില്ല. വാക്കിന് ചിലപ്പോ ചെറിയ വ്യത്യാസം വരും സൈബൈനി. അപ്പൊ അവിടുത്തെ ആ അധികാരം കിട്ടിയിട്ട് അത് എന്നിട്ടും നീ അത് പിരിയുന്നില്ലെങ്കിൽ അത് 3 തലാഖുവാണ്. ഫഅലം അന്നഹു ലൈസ മിനൽ വഫാഇ മുവാഫഖത്തുൽ അഖി ഫീമാ യുഖാലിഫുൽ ഹഖ ഫീ അംരി യതഅല്ലഖു ബിദ്ദീൻ ബലിൽ വഫാഉ ലഹു വൽ മുഖാലഫ ഫഖദ് കാന ശാഫിഈ റളിയല്ലാഹു അൻഹു ആഖാ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കം വകാന യുഖർരിബുഹു വയുഖബ്ബിലു അലൈഹി വയഖൂലു മാ യുഖീമുനി ബിമിസ്റ വയറുഹു ഫഅതല്ല മുഹമ്മദുൻ ഫഅഅദഹു الشافعي رحمه الله تعالى وقال مرض الحبيب فعدته فمرضت من قدري عليه واتى الحبيب يعودني فبرئت من نظري إليه. ഒരു ദീനില് ഒരു എതിർക്കേണ്ട ഒരു വിഷയം ഉണ്ടായാൽ അവിടെ അവനോട് ഒത്തു നിൽക്കുന്നത് എന്തല്ല, സുഹൃത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റുണ്ടായിട്ട് തിരുത്തേണ്ട ഒരു ആവശ്യം വന്നാൽ തിരുത്തണം. ശഫീ ഇമാം പറഞ്ഞത് കാണാം, മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കീം എന്ന് പറഞ്ഞ അബ്ദുൽ ഹക്കമുമായി നല്ല ബന്ധമായിരുന്നു. അവർ പരസ്പരം കെട്ടിപ്പിടിക്കുകയും മുത്തം നൽകുകയൊക്കെ ചെയ്യാറുണ്ടായി. അപ്പൊ ഒരിക്കൽ പറഞ്ഞു, മിസ്റില് എനിക്ക് വേറൊരാള് ഇതുപോലെ എനിക്കൊരു ഇടം തരുന്ന ആളുണ്ടായിരുന്നു. അങ്ങനെ മുഹമ്മദ് ബിൻ അബ്ദുൽ ഹക്കമിന് രോഗമായപ്പോ ശാഫി ഇമാം സന്ദർശിക്കാൻ ചെന്നു. എന്നിട്ട് ഈ കവിത ചൊല്ലി, മരിദൽ ഹബീബ് ഫഉതുഹു, എന്റെ പ്രിയപ്പെട്ട ആള് രോഗിയായി, ഞാൻ സന്ദർശിച്ചു. അങ്ങനെ ആ രോഗം കണ്ടപ്പോ എനിക്ക് രോഗമായി. വാത്തൽ ഹബീബു യഊദുനി, അങ്ങനെ എന്നെ സന്ദർശിക്കാൻ എന്റെ പ്രിയപ്പെട്ട ആള് വന്നു. അങ്ങനെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ആളെ കണ്ടപ്പോ എന്റെ രോഗം മാറി. ഇൻഷാ അല്ലാഹ് ഈ ഭാഗം ഷഫീ ഇമാം ഈ പറഞ്ഞ ഭാഗം
നമുക്ക് അടുത്ത ആഴ്ചയിൽ വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരലാണ് നന്നാകുക എന്ന് തോന്നുന്നു. ഏതായാലും സ്നേഹബന്ധങ്ങൾ വല്ലാതെ അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ചർച്ചയ്ക്ക് വരേണ്ട വിഷയവും പരമാവധി ഉപയോഗപ്പെടുത്തേണ്ട വിഷയവുമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മനസ്സ് ശുദ്ധിയാകും, ജീവിതം അഭിവൃദ്ധിയാകും. പരസ്പരം സ്നേഹം വർദ്ധിക്കുമ്പോൾ എല്ലാ വഴികളിലും നല്ല ചിന്ത തുറക്കും. നല്ല ചിന്ത ഉണ്ടായാൽ നല്ല വഴികൾ ഇങ്ങനെ ധാരാളം ധാരാളം തുറന്നു വന്നുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഹാപ്പി സോണിന്റെ ഓരോ ചൂടും അതിനുള്ളതാണ്. ഹാപ്പി സോൺ പരിശീലിപ്പിക്കുന്നത് തന്നെ അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലാണ്. ഹാപ്പി സോണായിട്ട് പരിശീലിപ്പിക്കുകയല്ല, അതേ സമയത്ത് പറയും. മാഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മാഷാ അല്ലാഹ്, വലിയ സന്തോഷമുള്ള ഒരു ക്ലാസ് ആണ്. അൽഹംദുലില്ലാ. പിന്നെ ഉസ്താദ് പറഞ്ഞൊരു വിഷയം ബന്ധപ്പെട്ട് എന്നെ പരിഗണിക്കുന്നതിനേക്കാളും എൻ്റെ കൂട്ടുകാരെ പരിഗണിക്കുന്നതാണ് എനിക്കിഷ്ടമാകുക, അല്ലെങ്കിൽ അതാണ് ഒരു അഭികാമ്യമാകുക എന്നുള്ള ഒരു കോട്ട് ഇതില് സായിബാർത്ത് വായിച്ചല്ലോ. അതെ, അതൊന്ന് വിശദീകരിക്കോ? അതായത് നമ്മളെപ്പോഴും പറയാറുള്ള ഒന്നാണ് സെൽഫ് ലവിങ്. ആ സെൽഫ് ലവിങ് എന്ന് പറഞ്ഞാല് നമ്മള് ഇപ്പോ എൻ്റെ അടുത്ത് 1000 രൂപ ഉണ്ട്, 1000 രൂപയുടെ ആവശ്യവും എനിക്കുണ്ട്. അതേസമയത്ത് എൻ്റെ സുഹൃത്തിന് അതേപോലെ ഒരു 1000 രൂപയുടെ ആവശ്യമുണ്ട്. എൻ്റെ ഇതുപോലുള്ള ഒരു സുഹൃത്ത് അഷ്റഫുൽ ഇസ്ലാനെ പോലെ, അതുപോലെ നമ്മളെ ഹാപ്പി സോൺ ടീമിലെ അഹ്ബാബിനെ പോലെ. അപ്പൊ അവർക്ക് വേണ്ടി ഞാൻ അത് ഉപയോഗിക്കുന്നു. അത് ഉപയോഗിക്കുന്ന സമയത്ത് അതാണ് അവിടെ മുന്തിയ രൂപം. എന്തുകൊണ്ടാ യൂസിറൂന അലാ അൻഫുസിഹി എന്ന് പറഞ്ഞ ഖുർആൻ പറഞ്ഞ അതാണ്. മദീനക്കാരായ അൻസാരികളെ പറ്റിയും കൂടിയാണ് ആ ഒരു പദം പറഞ്ഞത്. അവർക്ക് ആവശ്യമുള്ളപ്പോൾ തന്നെ അവർ മുഹാജിറുകളെ പരിഗണിക്കുകയാണ്. അപ്പൊ അത് ശരിക്ക് പരിഗണന, സത്യം പറയുകയാണെങ്കിൽ ഇവിടെ ആർക്കാ ശരിക്കും പരിഗണന കൊടുക്കുന്നത്? ഞാൻ എൻ്റെ സുഹൃത്തിന് എൻ്റെ കയ്യിലുള്ള amount കൊടുക്കുമ്പോ ഞാൻ ആരെയാ പരിഗണിക്കുന്നത്? സത്യത്തിൽ എന്നെയാ പരിഗണിക്കുന്നത്. എന്തുകൊണ്ടാ? അവിടെ ആ സുഹൃത്തിന് കൊടുക്കാതെ ഞാനിത് ഉപയോഗിക്കുമ്പോ എന്റെ സ്ഥാനം 2ാം നമ്പറാണ്. അതേ സമയത്ത് ഞാനത് ഉപയോഗിക്കാതെ അവർക്ക് കൊടുക്കുമ്പോ എന്റെ സ്ഥാനം 1ാം നമ്പറാണ്. ഞാൻ കൂടുതൽ നല്ല മനുഷ്യനാകുകയാണ്. അപ്പൊ ഞാൻ എന്നെ സ്നേഹിക്കാൻ വേണ്ടി ചെയ്യേണ്ട ശൈലിയാണ്, അഥവാ നമ്മുടെ സൂഫിന്റെ ഭാഷയിൽ പറഞ്ഞ ലില്ലാഹി, അള്ളാഹുവിന്റെ പൊരുത്തം ഉദ്ദേശിക്കുന്നു. ഒരു സൈക്കോളജി ഭാഷയിൽ പറയുകയാണെങ്കിൽ സെൽഫ് ലവിങ്, ഞാൻ എന്നെ സംരക്ഷിക്കുന്നു. അതാണ് ശരിക്കും, അതാണ്. ഇങ്ങനെയാണ് ശരിയായ സൗഹൃദ ബന്ധങ്ങൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോ അയാൾക്ക് ഈ 1000 അല്ല, ഈ ദുനിയാവ് തന്നെ 10,000 തിരിച്ചു കിട്ടും, ഒരു സംശയവുമില്ല. അതാണ് അവിടെ പറഞ്ഞതിന്റെ രത്നം. എന്ത് ചെയ്യും? അഭിവൃദ്ധികൾ അള്ളാഹു ധാരാളമായി തുറന്നു കൊടുക്കുന്നു. മനസ്സിനും ഭയങ്കര സുഖവും ഭയങ്കര ഹാപ്പി ഉള്ള ഒരു സംഗതിയാണ്. വല്ലാത്ത റിലീഫ്. ആ റിലീഫ് എന്ന് പറയുന്ന സാധനം, അതിന്റെ റിലാക്സേഷൻ അങ്ങനെ സംഭവം തന്നെയാണ്. ഒരു സുഖം, വേറിട്ടൊരു സുഖം തന്നെയാണ്. മാഷാ അല്ലാഹ്, സന്തോഷം. അത് നമ്മളെ ചിലപ്പോഴൊക്കെ ഇന്നത്തെ കാലഘട്ടത്തില് എന്നെക്കാളും ബന്ധം എൻ്റെ സുഹൃത്തിനായിട്ട് എൻ്റെ മറ്റു സുഹൃത്തുക്കൾക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ അതിലങ്ങനെ ഒരു നെഗറ്റീവും ചിലപ്പം ചിലർ കാണുന്നുണ്ട്. അതാണ് ഞാനത് ചോദിക്കാൻ കാരണം. ചിലവര് നമ്മളെക്കാളും പിന്നെ ബന്ധം സുഹൃത്തുക്കളായിട്ട് മാത്രമായി പോകും. ശരിക്കും ആ സുഹൃത്തിനെ കിട്ടിയതും എന്നെ കൊണ്ടുള്ള ആണല്ലോ. അപ്പൊ ഞമ്മളിലൂടെയാണല്ലോ അങ്ങനെ അങ്ങോട്ട് പോകുന്നത്. അപ്പൊ അതെങ്ങനെയാണത് നിലനിർത്തി പോവുക? രണ്ടു കൂട്ടരും, അത് ഈ സുഹൃത്ത് ഉണ്ടായത് കൊണ്ടാണ് മറ്റേ സുഹൃത്തുക്കളെ കിട്ടിയത്. അതിൽ പറഞ്ഞ സുഹൃത്തുക്കളും ഇപ്പോ ഖദീജ ബീവിന്റെ അടുത്ത് വന്നിരുന്ന ഒരു മഹദിയെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ബഹുമാനിച്ചൊരു സംഭവം ഇതിൽ വായിച്ചു, ഈ ഭാഗത്ത് വായിച്ചു. മാഷാ അല്ലാഹ്, കേട്ടപ്പോ വലിയ സന്തോഷമായി. പ്രത്യേകിച്ച് സ്ത്രീ സമത്വമൊക്കെ കത്തി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പൊ. വഫാത്തിന് ശേഷം പോലും ആണ് പറഞ്ഞത്. വഫാത്തിന് ശേഷം പോലും, അതായത് ഖദീജന്റെ കാലത്ത് എന്നാ പറഞ്ഞത്. അപ്പൊ ആ ചെയ്യുന്ന ഖദീജന്റെ കാലത്തല്ല, ഖദീജന്റെ കാലത്ത് വരാറുള്ള ആളാണ്.
അപ്പൊ അതൊരു വല്ലാത്ത ഒരു ഇതാണ്. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. ദുആയില് ഉൾപ്പെടുത്തേണ്ട പ്രധാനപ്പെട്ട വിഷയം ഇൻഷാ അല്ലാഹ് നാളെ 1-ാം തീയതിയോടുകൂടെ തിരൂരിലെ ഹാപ്പി സോൺ സെന്റർ ഓപ്പൺ ആവുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ വന്ന എല്ലാവരോടും പ്രത്യേകിച്ച് ഉസ്താദിനോടും ദുആയില് അതിന്റെ വലിയ വിജയത്തിനും സന്തോഷത്തിനൊക്കെ വേണ്ടി ദുആയിരക്കും. നമ്മളെ തിരൂരിലെ ഹാപ്പി സോണിന്റെ സെന്റർ എല്ലാം ആയി. ഇൻഷാ അല്ലാഹ് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും ആത്മാർത്ഥമായി ദുആ ചെയ്യണമെന്ന് വളരെ വിനയത്തോടെ ആവശ്യപ്പെടുകയാണ്. അത് നമുക്ക് ഉപകരിക്കുന്ന, സമൂഹത്തിന് ഉപകരിക്കുന്ന, ദീനിയായ ഖൈറാത്തിന് ഉപകാരപ്പെടുന്ന നല്ല ഒരു സ്വാലിഹായ അമലായി ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന, ആഖിറത്തിൽ അർശിന്റെ തണലിൽ ലഭിക്കുന്ന അത്തരം ഒരു അമലായി അത് പടർന്ന് പന്തലിച്ച് വലുതായി ശോഭിച്ചു നിൽക്കണം. മലപ്പുറം നമ്മളെ സെന്റർ ഉണ്ട്, കുറ്റ്യാടി നമ്മളെ സെന്റർ ഉണ്ട്. എല്ലാം വളരെ അഭിവൃദ്ധിയോടുകൂടെ വിജയകരമായി ഇനിയും ധാരാളം മുന്നോട്ട് പോകണം. ഒരുപാട് ആൾക്കാരിലേക്ക് ആ ആശയം എത്തണം. എന്നിട്ട് അതൊരു വലിയ സംവിധാനമായി ഇനിയും ഇതിലേറെ വിപുലമായി അത് വികസിക്കണം. എല്ലാവരുടെയും ദുആ ഉണ്ടാകണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اغفر لنا وارحمنا ولوالدينا ولأساتذتنا ولجميع من أحب وأحسن إلينا. اللهم اجعلنا من عبادك الصالحين. اللهم كن لنا ناصرا ومعينا في جميع أمورنا. اللهم لا تنصر علينا أعداءنا يا رب العالمين. اللهم افتح لنا أبواب الخير والسعادة. أرحم الراحمين يا الله. ഞങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും പൊറുക്കണേ റഹ്മാൻ. ഞങ്ങൾക്ക് എല്ലാ നന്മയും അഭിവൃദ്ധിയും കാവലും സന്തോഷവും ആരോഗ്യവും ഈമാനും തഖ്വയും ഞങ്ങൾക്ക് തുറന്നു തരണേ അല്ലാഹ്. ഞങ്ങളുടെ ജീവിതം നിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും സന്തോഷത്തിലും ആക്കണേ റഹ്മാൻ. ഞങ്ങളെല്ലാ ചിന്തയിലും ഖൈറും ബർക്കത്തും ചെയ്യണേ റഹ്മാൻ. എല്ലാ പ്രവർത്തനങ്ങളിലും നൽകിയ ശരീരം, കുടുംബം, സമ്പത്ത്, ജോലി, എല്ലാ സംവിധാനങ്ങളിൽ പ്രത്യേകിച്ച് ഞങ്ങളെ ഹാപ്പി സോൺ വലിയ ഒരു ദഅവത്ത് ലക്ഷ്യം വെച്ച് പടുത്തുയർത്തിയ ഒരു ഒരു സംവിധാനമാണ്. കുറച്ചോനെ നിങ്ങളെ സഹായിക്കണേ റഹ്മാൻ. സഹായിക്കുന്ന ഞങ്ങളെ അഹ്ബാബ്, പ്രിയപ്പെട്ടവർ, ഞങ്ങളെല്ലാവരെയും എല്ലാ വിഷയങ്ങളിലും നീ സഹായിക്കണേ റഹ്മാൻ. ദുനിയാവിലെ ജീവിതത്തിലും ആഖിറത്തിലെ ജീവിതത്തിലും ഹസനാത്ത് വേണം, നന്മ നിറഞ്ഞു നിൽക്കണം, സന്തോഷിച്ച് ജീവിക്കണം, സന്തോഷിച്ച് മരിക്കണം. എല്ലായ്പ്പോഴും എല്ലാം തന്ന് തികഞ്ഞ റബ്ബ്, ആ റബ്ബിൽ പ്രതീക്ഷയുള്ളവരായി ജീവിച്ചു നിൽക്കണം. പഠിച്ചോനെ നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാൻ. നീ ഞങ്ങളെ സഹായിക്കണേ റഹ്മാൻ. എല്ലായ്പ്പോഴും നിന്നിൽ പ്രതീക്ഷയുള്ള നല്ല മുഅ്മിനീങ്ങൾ ഉൾപ്പെടുത്തണേ റഹ്മാൻ. നിന്നെ ഭയപ്പെടുന്ന, എല്ലായ്പ്പോഴും തഖ്വയുള്ള, ആഫിയത്തുള്ള, സന്തോഷമുള്ള മുഅ്മിനീങ്ങളാക്കണേ റഹ്മാൻ. പഠിച്ചോനെ ഞങ്ങളെ പ്രിയപ്പെട്ട മാതാപിതാക്കളിലും ബന്ധുക്കളിലും പ്രിയപ്പെട്ട കൂട്ടുകാരിലും ഞങ്ങളോട് ഒന്നിച്ച് പ്രവർത്തിച്ചവരിൽ പലരും നിന്റെ ഖബറിലുണ്ട്. എല്ലാരെയും നീ സന്തോഷിപ്പിക്കണേ റഹ്മാൻ. അല്ലാഹുവേ, നിങ്ങൾക്ക് ഇതുപോലെ ഇതിലേറെ സന്തോഷത്തോടെ ആഖിറത്തിൽ ഒരുമിക്കാൻ നീ തൗഫീഖ് തരണേ റഹ്മാൻ. നീ സഹായിക്കണേ റഹ്മാൻ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതകാലത്തും പരലോകത്തും എപ്പോഴും മഖ്ബൂലായി മുത്തുനബി തങ്ങളെ ധാരാളം തവണ കണ്ടുകൊണ്ടേയിരിക്കാൻ ഭാഗ്യം നൽകണേ റഹ്മാൻ. ആ ഒരു റഹ്മത്ത് നിങ്ങൾക്ക് തടയരുതേ റബ്ബേ. റബ്ബേ, നിന്റെ ലിഖാഇന് ഭാഗ്യം നൽകണം റഹ്മാൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലം വബാരിക് അലാ സയ്യിദിനാ മുഹമ്മദ് വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.